ചിട്ടിയടയ്ക്കാത്ത വാഹനങ്ങളിൽ കറങ്ങി നടക്കുന്ന ആളുകൾക്ക് പൂട്ടിടാനുള്ള നടപടികൾ കർശനമാക്കുകയാണ് മോട്ടോർ വാഹന വകുപ്പ്. ക്യാമറയിൽ ഉൾപ്പെടെ കുടുങ്ങി പലതവണ പിഴ കിട്ടിയിട്ടും അടയ്ക്കാതെ അതേ വാഹനത്തിൽ തന്നെ സവാരി നടത്തുന്നവരെയാണ് മോട്ടോർ വാഹന വകുപ്പ് ലക്ഷ്യം വെക്കുന്നത്. നിയമലംഘനവും പിഴയടയ്ക്കാതിരിക്കലും ശീലമാക്കിയവരുടെ വാഹനങ്ങൾ ഇനി മുതൽ കസ്റ്റഡിയിലെടുക്കും. പിടിച്ചെടുക്കുന്ന വാഹനങ്ങൾ പ്രത്യേക സ്ഥലത്ത് സൂക്ഷിക്കും. പിഴപ്പലിശ സഹിതം അടച്ചു തീർത്ത് നിയമ നടപടികൾ പൂർത്തിയാക്കുമ്പോൾ അതുവരെ വാഹനം സൂക്ഷിച്ചതിന്റെ വാടക കൂടി മോട്ടോർ വാഹന വകുപ്പ് ഈടാക്കും. മോട്ടോർ വാഹന വകുപ്പ് ഓഫീസ് വളപ്പുകളിലും പോലീസ് സ്റ്റേഷനുകളിലും വാഹനങ്ങൾ സൂക്ഷിക്കുന്നതിൽ നിലവിലുള്ള സ്ഥലപരിമിതി മറികടക്കാനായി സ്വകാര്യ കേന്ദ്രങ്ങളിലായിരിക്കും വാഹനങ്ങൾ സൂക്ഷിക്കുക. പിഴ വകുപ്പിനും വാടക സ്വകാര്യ സംരംഭകനും ലഭിക്കും. തിരുവനന്തപുരം ഈഞ്ചക്കലിൽ KSRTCയുടെ സ്ഥലത്ത് മോട്ടോർ വാഹന വകുപ്പ് ഈ രീതിയിൽ വാഹനങ്ങൾ സൂക്ഷിക്കുന്നുണ്ട്. നികുതി അടയ്ക്കാത്ത വാഹനങ്ങൾ കസ്റ്റഡിയിലെടുക്കണമെന്നാണ് വ്യവസ്ഥ. എന്നാൽ ഇവ സൂക്ഷിക്കാൻ സ്ഥലമില്ലാത്തത് തടസ്സമായിരുന്നു. പെർമിറ്റും ഫിറ്റ്നസും ഇല്ലാത്ത ഓട്ടോറിക്ഷകളും സാങ്കേതിക പോരായ്മയുള്ള സ്വകാര്യ ബസ്സുകളും ടാക്സി കാറുകളും നിരത്തിലുണ്ട്. സൂക്ഷിക്കൽ കേന്ദ്രങ്ങൾ തുടങ്ങിയാൽ ഉടൻ തന്നെ ഇത്തരം വാഹനങ്ങളും പിടിച്ചെടുക്കും. അമിത ഭാരം കയറ്റുന്ന ചരക്ക് വാഹനങ്ങളും പിഴയൊടുക്കിയില്ലെങ്കിൽ കസ്റ്റഡിയിലെടുക്കും. ഈ രീതിയിൽ നിയമം കർശനമാക്കുന്നതോടെ പിഴ, നികുതി കുടിശ്ശിക എന്നിവ ഗണ്യമായി കുറയ്ക്കാനാകുമെന്നാണ് മോട്ടോർ വാഹന വകുപ്പ് അധികൃതർ പറയുന്നത്. ക്യാമറകൾ പ്രവർത്തന സജ്ജമായതിനു ശേഷമാണ് നിയമലംഘനങ്ങൾക്ക് പിഴ ചുമത്തുന്ന വാഹനങ്ങളുടെ എണ്ണത്തിൽ വൻ വർധനമുണ്ടായത്. ഇതിൽ 30% വാഹനങ്ങൾ പിഴയൊടുക്കാൻ തയ്യാറാകാതെ കുറ്റം ആവർത്തിക്കുന്നുണ്ട്. 20-ൽ കൂടുതൽ തവണ പിഴ ചുമത്തിയ 1,00,000 വാഹനങ്ങളാണ് സംസ്ഥാനത്തുള്ളത്.